ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ നിധി കുളിയെല്ലാം കഴിഞ്ഞ് ഉമ്മറത്ത് ഡ്രസ്സ് തോരിടാനായിട്ട് പോയപ്പോൾ ഭാസ്കരൻ അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവൾ നോക്കുന്നുണ്ട്, പക്ഷെ ഭാസ്കരൻ അവളെ നോക്കുന്നില്ല. അവൾക്കത് ഭയങ്കര വിഷമാവുന്നുണ്ട്. അങ്ങനെ അവൾ കിച്ചണിലേക്ക് ചെന്നപ്പോൾ സുഭാഷ് ചേട്ടൻ എല്ലാവർക്കും ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അവളോട് ചായ കുടിക്കാൻ പറയുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അച്ഛന് കൊടുത്തു? അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഇല്ല കൊടുത്തിട്ടില്ല, എന്നാൽ ഞാൻ പോയി കൊടുത്തോളാം. അങ്ങനെ അവൾ ചായ കൊടുക്കാനായിട്ട് പോകുമ്പോൾ അവൾ വിളിക്കുന്നുണ്ട് കേട്ടോ സുധീഷ്. എന്നിട്ട് പറഞ്ഞിട്ട് നിധിക്ക് എന്തിൻ്റെ കേട്? അയാൾ മിണ്ടിയില്ലെങ്കിൽ എന്താ പ്രശ്നം? നീ എന്തിനാ അയാൾക്ക് ചായ കൊണ്ടു കൊടുക്കാൻ പോകുന്നത്? അപ്പോൾ നിധി മിണ്ടാതിരിക്കും സുധീഷ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പം സുഭാഷ് സുധീഷിനോട് പറയുന്നുണ്ട്, എടാ ഒന്നുമില്ലെങ്കിലും നിന്റെ അച്ഛനല്ലേ, മിണ്ടാതിരിയടാ. അങ്ങനെ നിധി ചായയും കൊണ്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവൾ അച്ഛനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ എന്തേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അച്ഛ ഇതാ ചായ, പിന്നെ സോറി അച്ഛൻ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു, കുടുംബക്കാരല്ലേ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി നല്ല രീതിക്ക് സംസാരിച്ച് അവർ മിണ്ടുമെന്ന് കരുതി, ഞാനതെൻ്റെ തെറ്റ്, അച്ഛൻ പറഞ്ഞത് ആദ്യം കേട്ടാൽ മതിയായിരുന്നു, അച്ഛാ സോറി, എന്നോട് ദേഷ്യമുണ്ടോ എന്ന് അവൾ ചോദിക്കുകയാണ്. അങ്ങനെ അച്ഛൻ അവളെ കയ്യിൽ നിന്ന് ചായ മേടിക്കുമ്പോൾ അവൾക്കൊരു സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് സുഭാഷ് പിറകിൽ നിൽക്കുന്നുണ്ട്. അവൻ്റെ മനസ്സും കുളിർക്കുന്നുണ്ട്. കാരണം അച്ഛൻ്റെ ഇങ്ങനത്തെ ഒരു സ്നേഹപ്രകടന നിധി വന്നപ്പോഴാണ് അവർ ആദ്യമായിട്ട് കാണുന്നത് തന്നെ. അങ്ങനെ അവളോട് ഭാസ്കരൻ പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് ദേഷ്യമായിരുന്നു, പക്ഷെ ഞാൻ രാവിലെ ചായക്കടയിൽ പോയപ്പോൾ നിനക്കായിട്ട് 3 വട വാങ്ങിയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇതാ കോന്തമാർക്ക് കൊടുക്കണ്ട, നിനക്ക് മാത്രമായിട്ട് ഞാൻ കൊണ്ടുവന്നതാ. അങ്ങനെ അവൾ തിരിച്ചു പോരുമ്പോൾ സുഭാഷ് ബാക്കിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ സുഭാഷിനോട് അവൾ ചിരിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. സുഭാഷിനും സന്തോഷം. അതുപോലെ തന്നെ ഭാസ്കരൻ്റെ മനസ്സിനും ഭയങ്കര സന്തോഷമുണ്ട്. ഭാസ്കരനെ അവളെ മകളായിട്ട് കണ്ടുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അവൾ നേരെ നികേഷിൻ്റെ അരീഷിൻ്റെ സുധീഷിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പം അവരെന്താ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഇതാ വട, ഇത് കഴിക്കുക. അത് കേട്ടപ്പോൾ നികേഷ് പറയുന്നുണ്ട്, എനിക്ക് വേണ്ട, അയാൾ വാങ്ങി തന്നതല്ലേ. അപ്പോൾ നിധി പറയുന്നുണ്ട്, മിണ്ടാതിരിക്കടാ, മര്യാദയ്ക്ക് ഇത് കഴിക്കാൻ നോക്കുന്നു. അപ്പോഴേക്കും സുധീഷ് അതിന് കൈയിട്ട് വരുന്നുണ്ട്. അങ്ങനെ അവർ കഴിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് സുധീഷ് അവളോട് ചോദിക്കുന്നത്, അല്ല നിധി, നമ്മൾ സുഭാഷ് ചേട്ടനോട് ആ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം നിധി ചോദിക്കുന്നത്, എന്ത് കാര്യം? അല്ല, നമ്മൾ ഇന്നലെ ഒരു പെൺകുട്ടീനെ കണ്ടുപിടിച്ച കാര്യം. അപ്പം നിധി പറയുന്നുണ്ട്, പക്ഷെ അതിന് മുന്നേ നമുക്ക് ജ്യോതിൻ്റെ കാര്യം പറയണ്ടേ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അത് നമുക്ക് പറയാം. അപ്പോഴേക്ക് സുഭാഷ് ചേട്ടൻ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ അവർ ഈ കാര്യം പറയുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഓക്കെ ഓക്കെ, ഞാൻ പോയി നോക്കാം. അല്ല, മറ്റേ കുട്ടിയെ പോരെ, അവളെ നോക്കിയാൽ പോരെ. അത് കേട്ടപ്പോൾ ഇവരാകെ ഒന്ന് പതറി. എന്നിട്ട് പിന്നെ ഇവർ പറഞ്ഞു, അല്ല അത് വേണ്ട സുഭാഷ് ചേട്ടൻ, നമുക്ക് വേറെ കുട്ടീനെ നോക്കാം. അത് കേട്ടപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, വേറെ കുട്ടീനെ നോക്കേ, ഇതിപ്പോൾ ഈ കുട്ടി എന്നെ വിളിക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ 2 ദിവസമായിട്ട് അവൾ വിളിക്കുന്നില്ല, ഞാൻ ചിലപ്പോൾ വിളിക്കാത്തതുകൊണ്ടായിരിക്കും, എന്നാലും ഇത് പോരെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇവരാകെ പതറി. അത് കണ്ടപ്പോൾ സുധീഷ് തൻ്റെ കള്ളങ്ങളങ്ങട്ട് വെളിച്ചത്താക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, സുഭാഷ് ഏട്ടാ, ആ കുട്ടി വേണ്ട, ആ കുട്ടി ഭയങ്കര മോശമാണ്, ആ കുട്ടിക്ക് ഭയങ്കര ടെമ്പറാണ്, ഭയങ്കര ചൂടത്തിയ. അപ്പോൾ നീതി ഇങ്ങനെ ഇവൻ എന്തായി പറയുന്നത് എന്നുള്ള രീതിക്ക് നോക്കുന്നുണ്ട് കേട്ടോ. സുധീഷ് ആണെങ്കിൽ ഭയങ്കര തള്ളി. എന്നിട്ട് പറയുന്നുണ്ട്, ആ കുട്ടീനെ 3 ജോലി സ്ഥലത്ത് നിന്ന് പിരിച്ചു വിട്ടു, ഭയങ്കര ദേഷ്യക്കാരി, അങ്ങനെയൊക്കെയുള്ള ആളെ നമ്മൾ എങ്ങനെ പൊറപ്പിക്കും. അപ്പോൾ കൂടെ തന്നെ അരീഷും നികേഷും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് പൊട്ടത്തരാണെങ്കിൽ പോലും അവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കേട്ടപ്പം സുഭാഷ് പറയുന്നുണ്ട്, എന്തിനാണ് വെറുതെ കള്ളം പറയുന്നത്? എനിക്ക് മനസ്സിലായി, ഞാനെന്താ പൊട്ടനാണോ? ആ കുട്ടിക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല, അതല്ലേ സത്യം. നിങ്ങളെന്തിനാ പിന്നെ വേറെ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നത്? അതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സുഭാഷ് ഇത് പറഞ്ഞിട്ടും സുധീഷ് പിന്നെ പല കാരണങ്ങളും പറഞ്ഞ് ഇങ്ങനെ വാദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും പോവാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. സുഭാഷ് പോയതും നിധി സുധീഷിനോട് പറയുന്നുണ്ട്, ഹോ എന്തൊരു തള്ളാണ്, ഇൻസ്റ്റൻറ്റ് കള്ളൻ. അത് കേട്ടപ്പോൾ അവരെല്ലാവരും ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എന്തൊക്കെയായാലും ഞാൻ പറഞ്ഞത് സുഭാഷ് ഏട്ടൻ വിശ്വസിച്ചില്ല, എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? അപ്പോൾ ഹരീഷ് പുച്ഛിച്ചിട്ട് പറയുന്നുണ്ട്, ഓ ഭയങ്കര ബുദ്ധി തന്നെ, സുഭാഷ് ഏട്ടൻ അത് മനസ്സിലായി, ഇയാൾ അഭിനയമാണ് എല്ലാം കൊളാക്കിയത്, എന്തൊരു തള്ളാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, വല്ലാത്തൊരു തള്ളന്നെ. അങ്ങനെ നികേഷ് കളിയാക്കിക്കൊണ്ട് പറയാണ്, ഇൻസ്റ്റൻറ്റ് കള്ളൻ, അത് കൊള്ളാം. അങ്ങനെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വർക്കിനിറങ്ങുന്ന സുഭാഷ് ഏട്ടനെയാണ്. അപ്പോൾ ആ ഇറങ്ങാൻ നേരത്തിന് സുധീഷ് നിധിനോട് പറയുന്നുണ്ട്, നിധി സുഭാഷ് ഏട്ടൻ വരുന്നുണ്ട്, ചോദിക്ക്. അങ്ങനെ സുഭാഷ് ഏട്ടൻ വന്നപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ ഞങ്ങൾ ആ പെണ്ണിൻ്റെ കാര്യം നോക്കട്ടെ? അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, ആ നിധി നോക്കിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല കുട്ടിയാണെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെ ഇപ്പം തന്നെ നോക്കണോ? എല്ലാവർക്കും ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, നമുക്ക് സാവധാനത്തിൽ നോക്കിയാൽ പോരെ, എനിക്ക് വലിയ തിരക്കൊന്നുമില്ലല്ലോ, അപ്പോൾ നമുക്ക് സാവധാനത്തിൽ ആക്കത്തിൽ നോക്കാമെന്നും പറഞ്ഞിട്ട് അവരോട് ബൈ പറഞ്ഞിട്ട് സുഭാഷ് ജോലിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടന് വല്ല ഡൗട്ട് അടിച്ചോ? അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അതിലൊന്നും കാര്യമില്ല, നമുക്ക് സുനന്ദേച്ചീൻ്റെ കല്യാണത്തിന് മുന്നേ ഇവിടെ അങ്ങനെ ആ ഭാഗം സുധീഷ് പൂരിപ്പിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഇതന്നെ പറയാനുള്ളൂ, കേട്ട് മടുത്ത്. അത് കേട്ടപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഇയാൾക്ക് ഇയാളുടെ കാര്യം മാത്രമല്ലേ ഉള്ളൂ, അതിന് ഇതൊക്കെ വേണ്ട കാര്യം തന്നെയല്ലേ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എടാ അങ്ങനെയൊന്നുമല്ല, എനിക്ക് നോക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിലുള്ള സുനന്ദേനെയാണ്. സുനന്ദ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നിധി അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. നിധിനെ കണ്ടപ്പോൾ തന്നെ സുനന്ദ നിധിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിധി സോറി, ഞാൻ കാരണം നിങ്ങൾക്ക് വീണ്ടും വഴക്ക് കേട്ടല്ലേ. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്നും വരും അമ്പലത്തിലേക്ക്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ആ ഞാൻ വരാറുണ്ട്, അമ്മയുണ്ട്, ഞങ്ങൾക്ക് വഴിപാടുണ്ട്, അമ്മയ്ക്ക് കല്യാണം എങ്ങനെയെങ്കിലും നടത്താനും എനിക്കത് മുടക്കാനും, അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നിധി? നിങ്ങൾ വന്നപ്പോൾ ആകെ പ്രശ്നമായി, സുഭാഷ് ഏട്ടനെ അറിഞ്ഞിട്ടാണോ നിങ്ങൾ വന്നത്?
അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, അല്ല സുഭാഷ് ഏട്ടനൊന്നും അറിയില്ല, ഞാനാണ് എല്ലാവരെയും വിളിച്ച് കൊണ്ടുവന്നത്, ഞങ്ങളെ ഭാഗത്തുനിന്നൊന്ന് ശ്രമിച്ചു, അത്രയേ ഉള്ളൂ. അത് കേട്ടപ്പോൾ സുനന്ദ പറയുന്നുണ്ട്, നിങ്ങൾ വരരുതായിരുന്നു നിധി, ഞാൻ ഒരുപാട് കരഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരൊരുപാട് മോശമായിട്ട് പെരുമാറിയല്ലേ. അപ്പോൾ നിധി പറയുന്നുണ്ട്, സാരല്ല, ഞങ്ങളൊന്ന് ശ്രമിച്ചെന്നേ ഉള്ളൂ, ഇപ്പോൾ തോന്നുന്നു വരണ്ടേയിരുന്നില്ല എന്നുള്ളത്. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വിശേഷം എന്താണെന്ന് അറിയാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്